ഹായ്, ഇത് എൻ്റെ പച്ചക്കറി തോട്ടമാണ്. പച്ചക്കറി തോട്ടം എന്ന് പറയുന്നില്ല, ആയിനില്ല ശരിക്കും. നമ്മൾ അവരവാളാണ്. അവരവാളിന് ഫുൾ ഇത് ഉറമ്പ്. നമ്മൾ ചതുരപ്പയർ പിന്നെ ഇപ്പം നട്ടുന്നില്ല, 2-3 വർഷം മുന്നേ നട്ടതാണ്. കണ്ടില്ല? ഇതാണ് ചതുരപ്പയർ. ഇനി ഇതിവിടെ വെക്കാം. കുറച്ച് കാന്താരി മുളകുണ്ട്, അതും കൂടി പറിച്ചെടുക്കാം. പഴുത്തു പോയി കാന്താരിയെല്ലാം. കാന്താരി ഫുൾ ആദ്യം ഉണങ്ങിയതേനു. എനിക്ക് ഫുൾ ആദ്യം അതിൻ്റെ കത്രിക എടുത്ത് കമ്പ് വെട്ടി തെറിപ്പിച്ചതാണ്. ഇതിനെല്ലാം നല്ലോണം നോക്കിയാൽ നല്ലോണം ഉണ്ടാവും. ഇപ്പോൾ മോട്ടർ ഓഫാക്കിയതാ. അതിൻ്റെ ഇടയിൽ മോട്ടർ ഇട്ടിട്ടായിരുന്നു ചെടിക്ക് വെള്ളം ഒഴിക്കാൻ വന്നേ. നല്ല വെയിലല്ലേ. പച്ചമുളകാണേ. പച്ചമുളകെല്ലാം ഇതിങ്ങനെ 2 പച്ചമുളകും പറിക്കാം. ചോന്നു പോയി. മറിയത്തിൻ്റെ ഒച്ചയെ കേൾക്കുന്നു. മറിയ എന്നെ ചീത്ത പറയുന്ന ഒച്ച. ഇന്നത്തെ ഇട്ടാന്നേ റേഷൻ പൂട്ടെല്ലാം വലിയ മരത്തിന് മുകളായിപ്പോയി. ഒന്ന് കുലുക്കി നോക്കാം. എടീ മണ്ടയിലാവണേ, അങ്ങോട്ട് കടി. അങ്ങോട്ട് മണ്ടയിലാറേ. ഇത് മുരിങ്ങച്ചപ്പിൽ പക്ഷേ അത്ര വലിയ മുരിങ്ങക്കായ ആയില്ല. പ്രഷം പൂട്ട് ഏറ്റവും ചെറിയ പ്രഷം പൂട്ടാണ് വന്നത്. മറിയുന് കണക്കായ പ്രഷം പൂട്ട് കിട്ടി. ഇന്നത്തെ നമ്മളെ കൃഷിയിടത്തു നിന്ന് കിട്ടിയതാണ്. പേരയ്ക്കെല്ലാം ഉണ്ട് പറിക്കാം, പക്ഷെ വൈകുന്നേരമായി. ഇത് എൻ്റെ ഹസ്ബൻഡിന് ചെറിയൊരു വർക്ക്ഷോപ്പ് പോലെ, മൊബൈൽ വർക്ക്ഷോപ്പ് പോലെ ലീവുള്ള ദിവസം തുടങ്ങാൻ വേണ്ടിയിട്ട് ആക്കിയതാണ്. പക്ഷെ തുറക്കാൻ പറ്റുന്നില്ല. അയ്യോ, പറ്റുന്നില്ല. എന്ത് ചെയ്യാനോ, പറ്റുന്നില്ല ഗൈസ്, പറ്റുന്നില്ല. ഇത് കൃഷി. ഇത് നമ്മളെ കുമ്പളങ്ങ നട്ടതാണ്. പക്ഷെ അവിടെ കള വന്ന് മഴ പെയ്തില്ലേ, അതിൻ്റെതാണ്. ഇതെല്ലാം നല്ലോണം ഒന്ന് വൃത്തിയാക്കി എടുക്കണം. എന്നിട്ട് വേണം ചീരയെല്ലാം പാവാൻ. ഇവിടെയെല്ലാം നല്ല മഴയല്ലേ 2 മാസം, അതുകൊണ്ടാണ് പറ്റി. ഉമ്മാറിന് തുലാൻ കഴിഞ്ഞിട്ടാ നട്ടിട്ട് കാര്യമുള്ളൂ. വൃത്തികം ഫസ്റ്റ് നടാന്ന്. അതുകൊണ്ട് പച്ചക്കറിയെല്ലാം അങ്ങനെയും ആയി. എല്ലാവരും അങ്ങനെ ഇരിക്കും അല്ലേ, മഴയായതുകൊണ്ട്. ചേനയെല്ലാം ഇങ്ങനെയുള്ള. ഇത് മഞ്ഞൾ നല്ല മഞ്ഞളാണ്, കസ്തൂരി മഞ്ഞളാണ്. നമ്മളെ റംബൂട്ടാൻ കായ്ച്ചിനില്ലേ, വാങ്ങിയിട്ട് നട്ട റംബൂട്ടാനാണ്. പക്ഷേ ഇപ്പം എല്ലാ മരവും മുറിച്ചിട്ട് കണ്ടോ. ഇത് അവകാഡോൻ്റെ മരം എല്ലാം വലിയ കാടായിപ്പോയിനായിരുന്നു. ഇപ്പം തേങ്ങ. ഇത് പേരക്ക വാങ്ങി നട്ട പേരക്കയാണ്. പക്ഷെ ഇങ്ങനെ എന്താക്കാനാ, മരം പൊട്ടി വീണപ്പോൾ എല്ലാം പോയി. ഇത് കശുമാങ്ങ മരത്തിനെ കണ്ട. ഇതാണ് കേട്ടോ അവരെ കട, ഹസ്ബൻഡിൻ്റെ കട. കടയല്ല, ജസ്റ്റ് ജോലിയൊന്നും ഇല്ലാത്തപ്പോൾ ലീവുള്ളപ്പോൾ എടുക്കാൻ വേണ്ടിയിട്ടാണ്.
ഇത് ശംഖുപുഷ്പം, വെള്ള ശംഖുപുഷ്പം നിറച്ചും ഉണ്ടാവും, വർഷത്തിൽ ഇങ്ങനെ ഉണ്ടാവും. ഇതിൻ്റെ പൂ പറിക്കാൻ വേണ്ടിയിട്ട് മറ്റേ അമ്പലത്തിലുള്ളവരെല്ലാം വരാറുണ്ട് വീട്ടിൽ. ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മളെ ഗാർഡന്. പച്ചക്കറീൻ്റെ തോട്ടം കാണിച്ചതരേ. വെയിലായതിനെ ആദ്യം നടും, അന്നേരം കാണാം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താലേ എനിക്ക് വളർച്ചയുള്ളൂ.